നമസ്കാരം. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചാനലിൽ ഇടുന്നത്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് സർവീസിലേക്ക് ഒന്ന് കിടക്കാം. പിന്നെ നമ്മളിത് ഇന്നലത്തെ ഞാൻ വീഡിയോയിൽ ഇട്ട നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, നമ്മൾ ഇന്നലെ സീരീസ് ലാമ്പിൻ്റെ കണക്ഷൻ കാണിച്ച ഇൻഡക്ഷൻ കുക്കറിൻ്റെ സർവീസ് ഒന്ന് കാണാം. ഇത് ഫുൾ ഡെഡ് ആണ്, ഫുൾ ഷോട്ട്. നമുക്ക് അഴിച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഒന്ന് അഴിച്ച് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്ക് കവർ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഊരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ കണക്ഷൻ പോകുന്നത് ടോപ്പ് ബോഡിയിലേക്കാണ്. അപ്പോൾ വലിച്ച് പറിച്ച് കഴിഞ്ഞാൽ ആ വയറ് കട്ടായി പോകും. അപ്പോൾ നമ്മളിത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ടോപ്പൊക്കെ എല്ലാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു കോയിലും അതൊരു കൂളിംഗ് ഫാനും ഒരു സർക്യൂട്ട് ബോർഡും അത്രേ ഉള്ളൂ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്തായിട്ട്. അപ്പോൾ നമുക്ക് ഈ കോയിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കോയിൽ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ കോയിൽ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സെൻസർ വരുന്നതും ബോർഡിലേക്കാണ്. വലിച്ച് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതേക്ക് നമ്മൾ സെൻസറിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ തുറന്നപ്പോൾ തന്നെ ഫിസിക്കലി നല്ലൊരു കത്തലോടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്യൂസിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ലപോലെ ബേൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കോയിലൊക്കെ റിമൂവ് ചെയ്ത് സർക്യൂട്ട് ബോർഡിനെ മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫ്യൂസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ആ ഫ്യൂസ് എടുത്ത് ആദ്യം അങ്ങോട്ട് കെട്ടും. ഒരു കാരണവശാലും ഫ്യൂസ് ബേൺ ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കെട്ടി ഫ്യൂസ് നമ്മൾ കമ്പിയൊക്കെ ഇട്ട് കെട്ടി വീണ്ടും ഓണാക്കരുത്, അടിച്ചു പോകും. കാരണം ഫ്യൂസ് പോകണമെങ്കിൽ അതിനകത്ത് അതുപോലെ സർക്യൂട്ടിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഫ്യൂസ് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ മൾട്ടിമീറ്ററിൽ നമ്മൾ കണ്ടിന്യൂറ്റി മോഡലാണ് ഇടാൻ പോണത്. കണ്ടിന്യൂറ്റി മോഡിൽ നമ്മൾ ഇട്ടിട്ടും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂസൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, നമുക്കറിയാം ഫ്യൂസ് പോയിണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതേ ഒരു റെസ്പോൺസ് ഒന്നുമില്ല, ഫ്യൂസ് ബേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഫ്യൂസ് കെട്ടിയത് ഓണാക്കാൻ ശ്രമിക്കരുത്, ഒരിക്കലും ഓണാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ അതേ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ മേജർ പാർട്ടാണ് ഈ IGBT ആണ് ഇതിൻ്റെ മെയിൻ ആൾ. ഈ കാണുന്ന ട്രാൻസിസ്റ്ററൊക്കെ IGBT ഡ്രൈവ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ്. പിന്നെ അതേ കുറേ ഹൈ വാല്യൂ റെസിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കിയപ്പോൾ IGBT ചെക്ക് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ IGBT നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി മുകളിൽ നോക്കി. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂസ് കെട്ടിയിട്ടിട്ട് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും അടിച്ചു പോകും. അപ്പോൾ ഒരിക്കലും ഫ്യൂസ് നമ്മൾ അതുപോലെ ചെയ്യരുത്. അപ്പോൾ നമുക്കിനി IGBT നമുക്ക് റിമൂവ് ചെയ്യാം അതിൽ നിന്ന്. അപ്പോൾ IGBT റിമൂവ് ചെയ്യാനായിട്ട് ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ IGBT ഇതേപോലെ നമ്മൾ സോൾഡറിങ് പമ്പ് ഉപയോഗിച്ചിട്ട് സോൾഡറിങ് മാറ്റി റിമൂവ് ചെയ്യണം. ഒരിക്കലും വലിച്ച് പറിക്കരുത്, പ്രിൻറ്റ് പൊളിഞ്ഞ് പോകും. അപ്പോൾ ഇതാണ് 120 IGBT ആണ് ഇതിനകത്ത് വരുന്നത്. 20 ആംപിയറാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നോക്കിയപ്പോൾ അത് ഫുൾ ഷോർട്ടാണ്. അപ്പോൾ തുടക്കക്കാർക്ക് പറ്റിയൊരു എക്യുപ്മെൻ്റ് ആണ് കേട്ടത്. നമ്മൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് പറ്റിയൊരു സാധനമാണ്. ജസ്റ്റ് നമ്മൾ കമ്പോണൻറ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഇത് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് ഇട്ടപ്പോൾ നമ്മുടെ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ഡാമേജ്ഡ് പാർട്ടുന്നൊരു ജസ്റ്റ് ഒരു മെസ്സേജിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കംപ്ലൈൻ്റ് ആയ കമ്പോണൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇത് സർവീസ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ബാലൻസ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.